ഹായ്, ഞാൻ നിങ്ങളുടെ സ്വന്തം നില നമ്പ്യാർ. ഞാനിപ്പോൾ നിങ്ങളുടെ മുമ്പിൽ വന്നിട്ടുള്ള ഒത്തിരി ന്യൂസ് വരുന്നുണ്ടല്ലേ, നിങ്ങളും കണ്ടിട്ടുണ്ടാവും. അതിൽ സത്യാവസ്ഥ എന്താണെന്ന് നിങ്ങൾക്ക് മുമ്പിൽ എനിക്ക് ക്ലാരിഫൈ ചെയ്യണം എന്ന് തോന്നിയത് കൊണ്ട് മാത്രമാണ് ഞാൻ ഇങ്ങനെ ഒരു വീഡിയോ പോസ്റ്റ് ചെയ്യാൻ പോകുന്നത്. നില നമ്പ്യാർ ഡയറക്ഷൻ ചെയ്യുന്ന അഡൽട്ട് വെബ് സീരീസിൽ അലൻസിയർ അഭിനയിക്കുന്നു. എൻ്റെ സ്വന്തം യൂട്യൂബ് ചാനൽ ആണ് ഇത് റിലീസ് ചെയ്യാൻ പോകുന്നത് എന്നാണ് പറയുന്നത്. പക്ഷെ അലൻസിയറിനെ പോലുള്ള ഒരാളൊക്കെ കൊണ്ടുവന്നിട്ട് എന്തിനാണ് ഞാൻ യൂട്യൂബ് ചാനലിൽ റിലീസ് ചെയ്യുന്നത്? ഇത് എൻ്റെ സ്വന്തം OTT പ്ലാറ്റ്ഫോമിലാണ് റിലീസ് ചെയ്യുന്നത്. ഇന്ന് ഞാൻ ഈ ന്യൂസ് കണ്ട ഉടനെ നേരെ വിളിച്ചത് അലൻസിയറിനാണ്. വിളിച്ചിട്ട് ഞാൻ പറഞ്ഞു, സാറ് ഇങ്ങനൊരു പ്രശ്നമുണ്ട്, ഇങ്ങനെ ന്യൂസ് സാറ് കണ്ടിരുന്നോ എന്നറിയില്ല എന്ന് പറഞ്ഞപ്പോൾ എന്നോട് പറഞ്ഞു, നീ കാണുന്നതിന് മുമ്പ് ഞാനത് കണ്ടിട്ടുണ്ട്, നീ ആ കാര്യത്തിൽ ഒരു ടെൻഷനും വേണ്ട, മോള് ഫോണ് കട്ട് ചെയ്തോ, ഞാൻ ഒരു വീഡിയോ അയച്ചുതരാം. ഞാൻ എൻ്റെ ഡ്യൂട്ടി ചെയ്യുന്നു. ഒരു ആക്ടർ എന്നുള്ള രീതിയിൽ ഞാൻ മറ്റുള്ളവന്റെ ചരിത്രവും ചാരിത്രവും പരിശോധിക്കേണ്ട കാര്യമില്ല. ഞാൻ അഭിനയിക്കും, അതിൻ്റെ തൊഴിലാണ്. ആ തൊഴിൽ മേഖലയിൽ എന്ത് വേഷം കെട്ടാനും ഞാൻ തയ്യാറാണ്. ഞാൻ ലജ്ജിക്കുന്നു നിങ്ങളെ ഓർത്ത്. എന്തിനാണ് നിങ്ങൾ പത്മരാജന്റെയും ഭരതന്റെയും അടൂർ സാറിന്റെയും സിനിമ ആഘോഷിക്കുന്നത്? ആ വിവരമുണ്ടോ? വിവരക്കേടില്ലാത്തവരോട് എനിക്ക് സംസാരിക്കാൻ താല്പര്യമില്ല. പട്ടികൾ കുരയ്ക്കും, അതിനെടുത്ത് കല്ലെറിയാൻ നിന്നു കഴിഞ്ഞാൽ എന്നും കല്ലെറിഞ്ഞുകൊണ്ടിരിക്കേണ്ടി വരും. അതുപോലെ അലൻസിയറിന്റെ പേരായിട്ട് വന്ന കുട്ടിയാണ് ബ്ലെസ്സി. പുള്ളിക്കാരനെ ഞാൻ വിളിച്ചിട്ട് ഞാൻ ഇതുപോലെ പറഞ്ഞു, ഇങ്ങനെ ന്യൂസ് സ്പ്രെഡ് ആയിട്ടുണ്ട്, അപ്പോൾ അത് കാണുമ്പോൾ ടെൻഷനൊന്നും തോന്നണ്ട. എൻ്റെ എല്ലാ സമ്പാദ്യങ്ങളും മാറ്റിവെച്ച് എൻ്റെ ലൈഫിലൊരു ലാസ്റ്റ് അറ്റംപ്റ്റാണ് ഈ കൊണ്ടുവരുന്ന OTT. ദയവ് ചെയ്തിട്ട് എല്ലാ മീഡിയകളും പറയാനുള്ളത്, കാണുന്നതിന് മുമ്പ് വിലയിരുത്തരുത്, കണ്ടതിന് ശേഷം നിങ്ങൾ വിലയിരുത്തൂ, അതിൻ്റെ അഭിപ്രായങ്ങൾ പറയും. ഒത്തിരി സമ്പാദ്യം ഉണ്ടായിട്ടൊന്നുമല്ല ഇങ്ങനൊരു OTT പ്ലാറ്റ്ഫോം ലോഞ്ച് ചെയ്യാൻ പോകുന്ന ഒരു OTT എന്ന് വെച്ചാൽ എനിക്കൊരു പ്രൊഡ്യൂസറെ കിട്ടില്ല എന്നല്ല. ഞാൻ ഒരു പ്രൊഡ്യൂസർ, ഒരു ബോൾഡ് മോഡലായിട്ടുള്ള ഞാനൊരു പ്രൊഡ്യൂസറെ തേടി പോകുമ്പോൾ അവരെന്താ എന്നോട് ചോദിക്കുക എന്നുള്ളത് എന്നെക്കാൾ ഉപരി നിങ്ങൾക്ക് അറിയാം അതിൻ്റെ ഉത്തരം. അതുകൊണ്ട് തന്നെ അങ്ങനെ ഒരു പ്രൊഡ്യൂസറെ തേടി പോയിട്ടില്ല എന്നുള്ളതാണ് സത്യം. ഒരു ഡെബ്യൂ ഡയറക്ടറായ എൻ്റെ കൂടെ നിന്ന ടെക്നീഷ്യൻസ്, ഇതെല്ലാം ഫേമസ് ഒത്തിരി സിനിമാസും കാര്യങ്ങളും ചെയ്തിട്ടുള്ള ടെക്നീഷ്യൻസാണ്. എല്ലാവരും സപ്പോർട്ട് ചെയ്യുമെന്ന് പ്രതീക്ഷിക്കുന്നു. ഓക്കെ, ബൈ. ഞാൻ നിങ്ങളുടെ സ്വന്തം നില നമ്പ്യാർ. ബൈ.